ഹായ് ഫ്രണ്ട്സ്, COVID-19 രോഗം നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധന രീതികൾ എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. COVID-19 കണ്ടെത്താനായിട്ട് പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് രോഗാണുവായ വൈറസിനെ നേരിട്ട് കണ്ടെത്തുന്ന രീതി. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിയുടെ ഉള്ളിൽ വൈറസ് പ്രവേശിച്ചതിന് ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡിയെ കണ്ടെത്തുന്ന രീതി. മൂന്നാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗത്തിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കുന്ന മറ്റു ചില രീതികൾ. അപ്പൊ നമുക്ക് മൂന്നിനെയും ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് രോഗാണുവിനെ നേരിട്ട് കണ്ടെത്തുന്ന രീതി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR എന്നുള്ളതാണ്. 2019 വുഹാനിൽ ഈ ഒരു രോഗം തുടങ്ങി. അതിന് 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ വൈറസിന്റെ ജനിതക ക്രമം എന്താണെന്നുള്ള കാര്യം അവര് പുറത്തുവിട്ടിരുന്നു. അപ്പൊ ആ ഒരു ജനിതക ക്രമം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല ടെസ്റ്റുകൾക്കും രൂപം കൊടുത്തിരിക്കുന്നത്. അതായത് കൊറോണ വൈറസിന്റേത് മാത്രം എന്ന് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഇതിന്റെ ഒരു കൺഫർമേറ്റീവ് ടെസ്റ്റ്. കൊറോണ വൈറസിന്റെ ജനിതക സീക്വൻസ് കണ്ടെത്തുന്നതിനായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു PCR ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗലക്ഷണമുള്ള ഒരാളുടെ തൊണ്ടയിൽ നിന്നോ മൂക്കിൽ നിന്നോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്നും വൈറസിന്റെ RNA ലാബിൽ വെച്ച് ഐസൊലേറ്റ് ചെയ്യും. അതിനുശേഷം ചെറിയ വലിപ്പത്തിലുള്ള DNA മോളിക്യൂൾസ് അല്ലെങ്കിൽ പ്രൈമേഴ്സിന് നമ്മൾ രൂപകൽപ്പന നൽകും. എന്നിട്ട് ആ പ്രൈമേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കിറ്റ് ഉപയോഗിച്ചിട്ട് വൈറസിന്റെ RNA മോളിക്യൂൾസിനെ നമ്മൾ cDNA ആക്കി മാറ്റും. അതിന് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിന്റെ പേര് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. അപ്പം വൈറസ് പ്രവേശിച്ച് തുടക്ക ദിവസങ്ങളിൽ ആയിരിക്കും നമുക്ക് ഈ ഒരു രോഗാണുവിനെ ഈ ഒരു മെത്തേഡ് വഴി കണ്ടെത്താൻ സാധിക്കുക. ഈ ഒരു ടെസ്റ്റിന്റെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. അതായത് ഒരു രോഗിയിൽ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് ഈ ഒരു PCR ടെസ്റ്റ് ചെയ്യുന്നത് വഴി ആ രോഗിയുടെ ശരീരത്തിനുള്ളിലുള്ള കൊറോണ വൈറസിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു റിയാക്ഷൻ്റെ റിസൾട്ടിൽ നിന്നും കിട്ടുന്ന വൈറൽ RNAയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇൻഫെക്ഷൻ മൈൽഡ് ആണോ സിവിയർ ആണോ എന്ന് വരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ PCR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോരായ്മയാണ് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് എക്സ്പെർട്ടൈസ് വേണം. അതായത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ PCR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ മെത്തേഡാണ് രോഗിയായ ഒരാളിലുള്ള ആന്റിബോഡിയുടെ അളവ് കണക്കാക്കുന്ന രീതി. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രോഗാണു പ്രവേശിക്കുകയാണെങ്കിൽ അതിപ്പോൾ ബാക്ടീരിയ ആകട്ടെ വൈറസ് ആകട്ടെ, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഉപയോഗിച്ച് നമ്മുടെ ശരീരം തന്നെ അവയെ പ്രതിരോധിക്കാനുള്ള ചില മോളിക്യൂൾസ് ഉണ്ടാക്കും. അതിനെ നമ്മൾ ആന്റിബോഡീസ് അല്ലെങ്കിൽ പ്രതിവസ്തുക്കൾ എന്നാണ് പറയുക. അപ്പം ഈ ഒരു കൊറോണ വൈറസ് രോഗാണു നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയ്ക്കെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കും. ഈ ഒരു രോഗാണുവിനെതിരെ നമ്മുടെ ശരീരം പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആന്റിബോഡിയാണ് ഉണ്ടാക്കുന്നത്. ആന്റിബോഡി M അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ M, IgM എന്ന് നമ്മൾ വിളിക്കും. രണ്ടാമത്തെ തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ G. അപ്പോൾ രോഗം ബാധിച്ച് ആദ്യത്തെ 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ IgM എന്ന മോളിക്യൂൾസിന്റെ സാന്നിധ്യം നമുക്ക് കാണാം. എന്നാൽ രോഗം കുറച്ചും കൂടെ മൂർച്ഛിച്ച് അല്ലെങ്കിൽ കുറച്ച് കാലതാമസം കഴിയുമ്പോൾ മാത്രമാണ് IgG എന്നുള്ള ആന്റിബോഡി ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആന്റിബോഡിന്റെ അളവ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് രോഗത്തിന്റെ കാലഘട്ടം, അതായത് എത്ര പഴകിയതാണെന്ന് വരെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്കിപ്പോൾ അറിയാം, പലരും കേട്ടിട്ടുണ്ടാവും റാപ്പിഡ് കിറ്റ് ടെസ്റ്റ് നമ്മൾ ഇനി നമ്മളുടെ സമൂഹത്തിൽ നടത്താൻ പോകുക എന്നുള്ള വാർത്ത. അപ്പോൾ ഒരുപാട് പേരിൽ PCR എന്ന് പറയുന്നത് സാമ്പത്തികമായും ബുദ്ധിമുട്ടാണ്, പിന്നെ അതിന്റെ ടെക്നിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റാപ്പിഡ് കിറ്റ് ടെസ്റ്റിന് നമ്മളിപ്പോൾ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ റാപ്പിഡ് കിറ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതായത് 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ തന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഈ പ്രഗ്നൻസി കിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായിട്ട് രോഗിയുടെ ഒരു തുള്ളി രക്തം മതി ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ രീതിയിലുള്ള ഒരു ലാബിൽ വരെ ഒരു ലാബ് ടെക്നീഷ്യന് ചെയ്യാവുന്ന അത്രത്തോളം എളുപ്പത്തിലുള്ള ഒരു ടെസ്റ്റ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പം ഈ ഒരു കിറ്റിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കിറ്റിനെ ലാറ്ററൽ ഫ്ലോ അസേ എന്നാണ് പറയുക. വൈറസിലെ ആന്റിജനെതിരെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ആന്റിബോഡീനെ കണ്ടെത്തുന്ന രീതി. അപ്പം ഈ കിറ്റിൽ പ്രധാനമായിട്ടും 2 റിയേജൻസ് ഉണ്ട്. ഒന്ന്, ഈ ഒരു വൈറസിന്റെ തന്നെ ഒരു പ്രോട്ടീൻ, അതായത് N പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു റീകോംബിനന്റ് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ അടങ്ങുന്ന കിറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ രക്തത്തിന്റെ സാമ്പിൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന IgM അല്ലെങ്കിൽ IgG എന്നീ ആന്റിബോഡികളെ കണ്ടെത്താനുള്ള മറ്റൊരു ആന്റിബോഡി. ഞാനിപ്പം അത്തരത്തിൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിബോഡീനെ ഞാൻ സെക്കൻഡറി ആന്റിബോഡി എന്നാണ് പറയുന്നത്. അപ്പം മൗസിൽ ഉണ്ട്, അതായത് എലിയിൽ മനുഷ്യന്റെ ഒരു IgM കുത്തിവെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സെക്കൻഡറി ആന്റിബോഡിയും വൈറസിന്റെ പ്രോട്ടീനും ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ട റിയേജന്റ്.
അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുള്ളി ബ്ലഡിൽ വൈറസിനെതിരായിട്ടുള്ള ആന്റിബോഡി IgM ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് കിറ്റിലേക്ക് നമ്മുടെ ബ്ലഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിനകത്തുള്ള IgM നമ്മൾ ഈ ടെസ്റ്റ് കിറ്റിനകത്തുള്ള വൈറൽ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അത്തരത്തിൽ കമ്പൈൻ ചെയ്ത ഈ രണ്ടും കൂടെ നമുക്ക് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മൗസ് സെക്കൻഡറി മോളിക്യൂളിൽ ബൈൻഡ് ചെയ്യുന്നു. വൈറൽ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിലുള്ള IgMഉം കൂടെ കൃത്യമായി ആ ഒരു സ്പെസിഫിക് സ്ഥലത്ത് ബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലൈൻ കാണത്തുള്ളൂ, ആ ഒരു പോസിറ്റീവ് സിഗ്നൽ കിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വളരെ മൂർച്ഛിച്ച ഒരു രോഗിയിൽ ആ രോഗത്തിന്റെ തീവ്രത എത്രയുണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. അപ്പൊ നമ്മൾ ശ്വാസകോശത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, എത്രത്തോളം വീക്കമുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ശ്വാസകോശത്തിന് വലതുവശത്തും ഇടതുവശത്തും ഓരോ ഭാഗമുണ്ട്. അപ്പം അത് ഏത് ഭാഗത്തെയാണ് കൂടുതലായി ബാധിച്ചത്, ഒരുപാട് ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി, ആ ഒരു രോഗിയിലുള്ള രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CT സ്കാൻ ഉപയോഗിക്കുന്നത്. കാരണം അത്തരത്തിലുള്ളവർക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ചിലപ്പം രോഗലക്ഷണം ചിലപ്പം അതിതീവ്രമായിരിക്കില്ല, പക്ഷെ അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഒരുപാട് ഗുരുതരമായിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ CT സ്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടെസ്റ്റുകളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഇപ്പോൾ അമേരിക്കയിൽ പോലും ഒരുപാട് രോഗികളിലുള്ള രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IgM, IgG ആന്റിബോഡീസ് കണ്ടെത്തുന്ന റാപ്പിഡ് കിറ്റ് ടെസ്റ്റ് ആണ്. പിന്നെ രോഗലക്ഷണം കാണിച്ചിട്ട് റാപ്പിഡ് കിറ്റ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ആ രോഗി പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആണെന്നല്ല. അവരിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൊറോണ വൈറസിന്റെ കൺഫർമേറ്റീവ് ഡയഗ്നോസിസ് ആയിട്ടുള്ള PCR കൂടെ ചെയ്ത് നെഗറ്റീവ് ആണെന്ന് ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. See you in another video. Bye.